ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ ഏറ്റവും പുതിയ ഈ വർഷത്തിലെ ഓരോ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. ഇന്നത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനോടെ ഞായറാഴ്ച കളക്ഷനോടെ സിനിമ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ആദ്യ 100 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന ദുൽഖറിന്റെ സിനിമയായിട്ട് മാറാനായിട്ടൊരുങ്ങുകയാണ് ലക്കി ഭാസ്കർ. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 100 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ടൊരുങ്ങുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ സീതാരാമമായിരിക്കും ദുൽഖറിന്റെ 100 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ടൊരുങ്ങുന്ന തെലുഗു സിനിമ എന്ന് തോന്നിപ്പിച്ചെങ്കിൽ പോലും 98 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ റൺ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ ലക്കി ഭാസ്കർ ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ 100 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഒപ്പം തന്നെ ദുൽഖറിന്റെ 100 കോടി നേട്ടത്തോടെ ദുൽഖർ അദ്ദേഹത്തിന്റെ കരിയറിൽ നേടിയെടുത്ത ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നേട്ടം ദുൽഖറിന്റെ വാപ്പ കൂടിയായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ മറികടന്നു. ഒപ്പം തന്നെ മമ്മൂട്ടിക്ക് മുന്നേ ദുൽഖർ തന്റെ കരിയറിലെ ആദ്യ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കണ്ടു തുടങ്ങിയവയെല്ലാം തന്നെയാണ്. ഭീഷ്മയുടെ 85 കോടി വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ മറികടന്നതാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ദുൽഖറിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത കുറുപ്പ് എന്ന പാനന്ത്യൻ സിനിമയുടെ ഫൈനൽ കളക്ഷനായി 81 കോടി കളക്ഷൻ നേരത്തെ തന്നെ ലക്കി ഭാസ്കർ മറികടന്നതാണ്. ലക്കി ഭാസ്കറിന് മുന്നേ തന്നെ സീതാരാമം എന്ന സിനിമ തന്നെ ഈ പറഞ്ഞ കുറുപ്പിന്റെയും ഭീഷ്മ പർവ്വത്തിന്റെയും ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ മറികടന്ന് ഈ 98 കോടിയിലേക്കെല്ലാം തന്നെ എത്തപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സീതാരാമത്തിന്റെ ഫൈനൽ കളക്ഷനായ 98 കോടിയാണ് ലക്കി ഭാസ്കർ ഇന്നലത്തെ കളക്ഷനോടെ മറികടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടെ 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെടുന്ന ദുൽഖറിന് എല്ലാവിധ ആശംസയും. അങ്ങനെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 100 കോടിയിലധികം കളക്ഷനുള്ള ഒരുപാട് നടന്മാരിൽ ഒരാളായിട്ട് ദുൽഖർ മാറിയിരിക്കുകയാണ്. ഈ ലിസ്റ്റിലേക്ക് വൈകാതെ തന്നെ നമ്മുടെ മെഗാസ്റ്റാറും ഇടം പിടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.